സിവിൽ സർവീസ് പരീക്ഷാഫലങ്ങളിൽ വീണ്ടും മലയാളി തിളക്കം. 33-ാം റാങ്ക് നേടി ആൽഫ്രഡ് തോമസ് ആണ് കേരളത്തിൽ മുന്നിലെത്തിയത്. 42-ാം റാങ്കുമായി പവിത്ര പി, 47-ാം റാങ്ക് നേടി നന്ദന GP, 54-ാം റാങ്ക് നേടി സോണറ്റ് ജോസ്, 81-ാം റാങ്കുമായി റീനു മാത്യു എന്നിവർ ആദ്യ 100 റാങ്കുകളിൽ ഇടം നേടി. നിലവിൽ കൊച്ചി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുകയാണ് പത്തനംതിട്ട തിരുവല്ല സ്വദേശി മാളവിക ജി നായർ. വളരെ സന്തോഷം. ഞാൻ UPSC പരീക്ഷ എൻ്റെ അവസാനത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. മാത്രമല്ല വളരെ പ്രത്യേകതയുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം കുട്ടിയുണ്ടായിരുന്നു. അവനെ വെച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതിയിരുന്നത്. അപ്പം വളരെ നീണ്ട ഒരു ജേർണിയുടെ അവസാനത്തെ ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടിയപ്പം ദൈവാധീനം എന്ന് തന്നെ പറയാം. രണ്ടാം ശ്രമത്തിലാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി നന്ദന 35-ാം റാങ്ക് നേടിയത്. മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് നേട്ടം. 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. 2022 മുതൽ പ്രിപ്പയർ ചെയ്യാണ്. ഹാർഡ് വർക്കും പിന്നെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഹാർഡ് വർക്ക് ഒരു ദിവസത്തെ വർക്ക് മാത്രമല്ല, ഒരു 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും എളുപ്പം. നിരന്തര പരിശ്രമം വിജയത്തിലെത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് 81-ാം റാങ്ക് നേടിയ കൊല്ലം പത്തനാപുരം സ്വദേശി റീനു മാത്യു. സിവിൽ സർവീസ് പരീക്ഷയിൽ 3-ാം റാങ്ക് നേടിയ മഹാരാഷ്ട്ര സ്വദേശി ഡോങ്ഗ്രേ അർജിത് പരാഗ് തിരുവനന്തപുരത്താണ് IAS പരീക്ഷാ പരിശീലനം നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം.